ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ യുപിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുപോകുന്ന ഓരോ ഒരുക്കങ്ങളാട്ടോ. ഓരോ ഐറ്റംസ് ഞങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നും എന്താ ചെയ്യുന്നത്, എങ്ങനെയത് ഞങ്ങൾ റെഡിയാക്കി ഒത്തിരി നാളത്തേക്ക് കേടുവരാതെ ഇരിക്കാനൊക്കെ കരുതി ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരുക്കങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ആണ്. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ചേച്ചി പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ചേച്ചി ചെയ്യുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്, എങ്ങനെ കൊണ്ടുപോകുന്നത് എന്നുള്ള വീഡിയോ ഞങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണമെന്നും പറഞ്ഞു. അപ്പം ഞാനിത് പല ദിവസങ്ങളായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ പല ദിവസങ്ങളായിട്ട് എടുത്ത സമയത്ത് ഞാനത് എടുത്ത് സ്റ്റോർ ചെയ്ത് ഇപ്പോൾ അത് ഒരുമിച്ച് നിങ്ങളുടെ അടുത്തേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വീഡിയോ അത്. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളുടെ ആദ്യത്തെ ഒരുക്കം എന്ന് പറയുന്നത് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനായിട്ട് എനിക്ക് തേങ്ങയൊക്കെ ചിരവി തന്ന്. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി എടുത്തതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാനിൽ ഞാൻ ഫ്രൈ ചെയ്യണം. പക്ഷെ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റ് ഐറ്റംസുകളൊന്നും ഇടുന്നില്ല, തേങ്ങ മാത്രം ഇട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഒരു ഐറ്റം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ട. അതുപോലെ തന്നെ സവോള, വെളുത്തുള്ളി അങ്ങനെയുള്ള ഒരു ഐറ്റം നമ്മൾ ഇതിനകത്ത് ചേർക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം. നല്ല ഒരു ആവശ്യം ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ വറുത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി കാലം, ഒരു വർഷത്തിൽ കൂടുതൽ പോലും നമുക്ക് വെക്കാം, ഒരു കേടും വരില്ല. നമുക്ക് ഫ്രീസറിൽ ഇത് സ്റ്റോർ ചെയ്യണമെന്ന് മാത്രം, ഒരു കേടും കൂടാതെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലത്തിലും കൂടുതൽ ഇരിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുപോയത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വീട്ടിലവിടെ ഒരു പാക്കറ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് അതിന് ശേഷം ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് അതിനകത്തേക്ക് തേങ്ങേനെ നല്ലപോലെ തണുത്ത് കിട്ടാനായിട്ട്, വറുത്ത തേങ്ങേനെ നല്ലപോലെ തണുത്ത് കിട്ടാനായിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പേപ്പറിൽ നല്ലപോലെ വിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ വേഗത്തിൽ കൂളായി കിട്ടാനായിട്ട്. അപ്പോൾ നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പാക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും, കേടായി പോകും. അപ്പോൾ തണുപ്പിക്കാന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ആ കാര്യം മറക്കരുത്, അല്ലെങ്കിൽ പിന്നെ കേടായി പോകും. പിന്നെ ഇത് ഞങ്ങൾ ഫ്ലൈറ്റിന് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ ട്രെയിനൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് പച്ചത്തേങ്ങയായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ തേങ്ങ കൊണ്ടുപോകുന്നത്. നമുക്ക് അടുത്ത ഐറ്റം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഫിഷ് ആട്ടത് ഇട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഫിഷ് അപ്പോൾ നല്ലപോലെ തന്നെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. മോദ എന്നാണ് ഇതിൻ്റെ പേര്. അവർ പറഞ്ഞത് മോദാന്നാണ്. അപ്പോൾ ഇതിനകത്ത് മുള്ളു കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു എല്ലിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തിരിച്ചിടപ്പെട്ടിട്ടുണ്ട്. വേറെ മുള്ളു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് അച്ചാറിടാനാണ്. അപ്പോൾ അച്ചാറിൻ്റെ ആവശ്യത്തിന് വേണ്ടി നന്നായി തന്നെ കുറച്ച് ഉപ്പ് തിരുമ്മി വയ്ക്കാൻ പോണ്. ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ആദ്യം. നമ്മളിത് 3 കിലോ ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എല്ലുഭാഗം പോലത്തെ വന്നത് ഞാൻ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2.5-2.25 കിലോ കാണുമായിരിക്കും. ഇനി അടുത്തായിട്ട് ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടി കേട്ടോ. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി. ഇനി അടുത്തത് ഞാൻ ഇടുന്നത് ചില്ലി പൗഡർ, നമ്മുടെ മുളക് പൊടി ഇടുന്ന സാധാ മുളക് പൊടി. നമ്മൾ വാങ്ങിക്കുന്ന മീൻ കരുതി നമ്മൾ പൊടികളിടാം. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അളന്നൊന്നും ഇടുന്നില്ല. ഓരോരുത്തർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടി കൂടി ഇടുന്നുണ്ട്, കളറിനൊക്കെ ആയിട്ട്. ഇനി നമുക്ക് നല്ലപോലെ തന്നെ തിരുമ്മി ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ ഇപ്പം എൻ്റെ അടുത്ത് വെളിച്ചെണ്ണയോടെ ഉള്ളത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം ഇതിനകത്ത് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കുന്ന. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ലപോലെ തിരുമ്മി റെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഫിഷ് എടുത്തേക്കാണ് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫസ്റ്റ് ട്രിപ്പാട്ടോ. ഇനി ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കണുള്ളൂ. ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എങ്ങനെ പിക്കിൾ ഉണ്ടാക്കി യുപിയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് മീൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൈ ആയപ്പോൾ ഞാൻ കോരി മാറ്റണം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫുൾ നമ്മളിവിടെ മസാലയൊക്കെ പറ്റി വെച്ചേക്കണ ഫിഷ് മൊത്തം ഫ്രൈ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഇത് നിങ്ങളുണ്ടാക്കുന്ന രീതിയിലത്തെ ഒരു അച്ചാറല്ല കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ UP-യിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ എളുപ്പമാർഗ്ഗങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനുണ്ടാക്കുന്ന ആ രീതിയിലത്തെ ടിപ്സൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പീസ് കൂടി ഉണ്ട്. നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇടാൻ പോവാണ് അടുപ്പത്തേക്ക്. ഇത് ഫ്രൈ ആവട്ടെ. അപ്പോൾ അവർ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാൻ കോരി എടുക്കണം. നമ്മുടെ ആ ഒരു പാത്രം നിറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേറൊരു ബൗളിലേക്ക് ഇടുന്നു കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ ഓയിൽ നല്ല ചൂടുള്ള സമയമാണ് ഇപ്പം. അപ്പോൾ ഞാൻ ഓയിലിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാനിതിലേക്ക് നമുക്ക് അച്ചാറിന് വേണ്ട നമ്മൾ സാധാരണ രീതിയിൽ അച്ചാറുണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകണം. കാരണം നമുക്ക് ലഗേജ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഫ്ലൈറ്റിലൊന്നും ഇതിൽ നിന്നുള്ള ഓയിലോ അല്ലെങ്കിൽ വിനാഗിരിയോ വിനീഗർ അതൊന്നും പുറത്തേക്കൊന്നും ചാടാതിരിക്കാൻ, പുറത്തേക്ക് ഒലിക്കാതിരിക്കാൻ ആ രീതിയിൽ ഇത്തിരി തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചിട്ടാണ് വറുത്തെങ്കിലും ഉപ്പിൻ്റെ ഇത്തിരി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമുക്ക് അച്ചാറിന് വേണ്ടതായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ അങ്ങനെ അളന്നൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ആ ചൂടുള്ള ഓയിലിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം അതിനെ. അപ്പോൾ ഞാൻ മീൻ വറുത്തെടുത്ത സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ പൊടികളെല്ലാം ചേർത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്തേക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചൊറുക്ക കേട്ടോ. ചൊറുക്ക ഞങ്ങൾ പറയുന്നത് ചൊറുക്ക എന്നാണ്, വിനീഗർ. അപ്പോൾ വിനാഗിരി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പ്രത്യേകിച്ച് അളക്കണം എന്നുള്ളൊരു കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനത്തെ ഒന്നും ഐറ്റംസ് ഇപ്പോൾ ചേർക്കണില്ലെന്ന്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതെല്ലാം ഞാൻ UP-യിൽ ചെന്നതിന് ശേഷം നന്നാക്കി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഐറ്റംസ് എല്ലാം, കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ ചെന്നിട്ട് ചേർക്കണുള്ളൂ. ഇപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും ഈ വറുത്തെടുത്ത ഫിഷിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അത്ര മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് അച്ചാറ് രീതിയിൽ അങ്ങനെ ആക്കാം. അങ്ങനെ താല്പര്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തും കഴിക്കാം കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ ചെന്നിട്ട് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാമെന്നൊക്കെ ഓർത്തു. പക്ഷേ അവിടെ ചെന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസ് എടുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു ഇനി ഒന്നും ചേർക്കണ്ട, ഇങ്ങനെ തന്നെ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ കഴിച്ചു. പിന്നെ അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക് ഒന്നും ചേർക്കാൻ പോയില്ല. ഇപ്പോഴായാലും ഞാൻ പൊടികൾ മാത്രം ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പീസുകളെല്ലാം ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ മസാല അടക്കം നമുക്ക് എല്ലാം ഇടാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വറുത്ത് കോരിയിട്ടാകെ ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ പോലെ ഇരുന്നാലും കേടും വരില്ല. കാരണം ഇതിനകത്ത് ചൊറുക്കയുടെയും അതുപോലെ തന്നെ ഉപ്പിൻ്റെയൊക്കെ ആ ഒരു അംശം പിടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ കേടൊന്നും വരില്ല. ഞങ്ങൾക്കിനി പോകാൻ ശരിക്കും പറഞ്ഞാൽ 3 ദിവസം കൂടെ ഉള്ളൂ. ഞാനിത് ഉണ്ടാക്കുന്നത് വ്യാഴാഴ്ച കേട്ടോ. അപ്പോൾ വെള്ളി, ശനി, ഞായർ 3 ദിവസം ഉള്ളൂ. തിങ്കളാഴ്ച ഞങ്ങൾ UP-യിലേക്ക് പോകും, തിങ്കളാഴ്ച UP-യിലെത്തും. അപ്പോൾ എത്തിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഓയിലൊക്കെ ചൂടാക്കി അതുപോലെ കുറച്ച് വിനീഗറും കൂടെയൊക്കെ ചൂടാക്കി ഒഴിക്കണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. അങ്ങനെ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളിത് ആ കുപ്പിയിലാക്കി നല്ലപോലെ തണുത്തതിന് ശേഷം
കുപ്പിയിലാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല. കഴിഞ്ഞ വർഷം ഞാനത് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു. ആവശ്യം സമയത്ത് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പെടുത്ത് പുറത്ത് വെച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തായിരുന്നു. ഒരു കുഴപ്പം വന്നില്ലായിരുന്നു കേട്ടോ കഴിയണവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടില്ലേ നിങ്ങൾ, ഒട്ടും തന്നെ ഗ്രേവി ടൈപ്പ് ഒന്നുമില്ല. ഇനി ശർക്കര പോലും ഉണ്ടെങ്കിൽ തന്നെ നേരം വെളുക്കുമ്പോഴേക്കും അതെല്ലാം നല്ല പോലെ തന്നെ അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല പീസസ് ആയിട്ട് ഇതേപോലെ തന്നെ ഇരിക്കുക. പക്ഷേ ഇതിനകത്തെല്ലാം പെട്ടിട്ടുണ്ടായിരുന്നു. വിനീഗറൊക്കെ നല്ലപോലെ പിടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇത് കേടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഫ്ലൈറ്റിലൊക്കെ നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ബോട്ടിലൊക്കെ ചെരിയേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രസ്സിന്മേ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ലഗേജിൻ്റെ കൂടെയൊക്കെ ചിലപ്പോൾ അത് ലീക്കാവാൻ സാധ്യതയുണ്ട് ബോട്ടിലിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയാൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ വായൊക്കെ നല്ലപോലെ സെല്ലോ ടേപ്പ് വെച്ച് ബോട്ടിലിൻ്റെ വായ നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പേടിക്കാനില്ല. ഒന്നും ഇതിന് ഒലിച്ചൊന്നും പോകില്ല. ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ അച്ചാറുണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ തണുക്കാനായിട്ടൊന്ന് നീക്കി വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ബോട്ടിലുകളിലാക്കി നമുക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ തേങ്ങ അരണ്ടിയിട്ടുണ്ട്. കാരണം അന്ന് തേങ്ങ അരണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ ഇത്തിരി കിട്ടിയുള്ളൂ നമുക്ക്. ഇതായാലും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. ഇതിപ്പോൾ എത്ര തേങ്ങയായിട്ട്? 6 തേങ്ങ ചേട്ടനായിട്ട് എനിക്ക് ചേട്ടനിക്ക് തന്നത്. അപ്പോൾ അതാ ഇത്രയും തേങ്ങയുണ്ട്. അപ്പോൾ ഇതുകൂടെ എനിക്ക് ഫ്രൈ ചെയ്തെടുത്ത് പാക്ക് ചെയ്യണം. പിന്നെ ഇത് നോക്കി വെച്ചിട്ട് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് മസാല. നമ്മൾ 2 ദിവസമായിട്ടാണ് മസാല വാങ്ങി. അപ്പോൾ ആദ്യം കുറച്ച് വാങ്ങിച്ചു ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചു. പിന്നീട് ഇവിടുത്തെ പൊടിപ്പിച്ചുകൊണ്ടോടെ ഒരു പ്ലാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഇനി ഇതെണ്ണാക്കി ചീനച്ചട്ടിയിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി പൊടിപ്പിക്കാൻ മില്ലിൽ കൊടുത്തു വിടണം ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ ഞാൻ എല്ലാ കൂട്ടങ്ങളും അതിന് ഓരോന്നായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ആവശ്യം പോലെ അഴിച്ചിട്ട് ചൂടാക്കാൻ പോകാം. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് പാക്കറ്റുകളിലൊക്കെ അഴിച്ചെടുക്കുക. നമ്മൾ കൂടുതൽ വാങ്ങിച്ചിരുന്ന ഐറ്റം പെരിഞ്ചീരകം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് കറുകപ്പട്ട, കറിയാമ്പൂ, ഏലക്കായ, തക്കോലം, പിന്നെ കുരുമുളക്, പെരിഞ്ചീരകം, പിന്നെ കസ്കസ്. ഞങ്ങൾ ഹിന്ദിയിലോട് പറയുന്നത് കസ്കസ്. അപ്പോൾ ഈ ഒരു ഐറ്റം അങ്ങനെ ഇത്രയും ഐറ്റംസൊക്കെ ഇട്ടാണ് ഞാനിപ്പോൾ പൊടിക്കുന്നത്. ജാതിക്കായ, ജാതിപ്പത്രി അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കില്ല. നോർമലായിട്ട് നമ്മൾ ചേർക്കുന്ന ഐറ്റംസ് മാത്രം ഇട്ട് ചൂടാക്കി ചേട്ടനെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ മില്ലിൽ നമുക്ക് പൊടിച്ചു കിട്ടും. അപ്പോൾ അവർക്ക് മില്ലിലിട്ട് പൊടിക്കാൻ നമ്മൾ ആദ്യം വാങ്ങിച്ച് കൂട്ടുന്ന കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മില്ലിലിട്ട് പൊടിക്കാൻ നമുക്ക് ചിലപ്പോൾ തികയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ വാങ്ങിച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഞാനൊന്ന് ഈ കറുകപ്പട്ടയൊക്കെ ഒന്ന് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ഒന്ന് എടുക്കുക. അങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇതിലൊന്ന് സെറ്റപ്പാക്കട്ടെ. അപ്പോൾ ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ടോ ചൂടാക്കി എടുക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെയും ചൂടാവുന്ന ഒരു ടൈം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ എന്താ കറുകപ്പട്ട ചൂടാക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കറുകപ്പട്ട ഞാൻ മാറ്റി വെച്ചിട്ട് എനിക്കത് അധികമാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ ഇതാ മാറ്റി വെച്ചേക്കണം. പിന്നെ തക്കോലം ഇത് ചെറിയ ഫ്ലെയിമിലിട്ടേക്കണം കേട്ടോ. ഇത് തക്കോലം ഞാനിങ്ങനെ മാക്സിമം കഷ്ണങ്ങളാക്കാൻ പറ്റുന്നത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടാണ് ചൂടാക്കാനിടാൻ പോകുന്നത്. അപ്പോൾ വേഗത്തിൽ തന്നെ ചൂടാക്കി കിട്ടുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലവർ പോലെ തന്നെ കിടന്നു കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും നമുക്ക് ചൂടാക്കി കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇതളുകൾ ഇങ്ങനെ തിരിച്ചിടണമെങ്കിൽ എല്ലാനൊന്നും പറ്റില്ല. എന്നാലും വലുതുകളൊക്കെ ഞാൻ നോക്കിയത് അതേപോലത്തെ വലുതുകളൊക്കെ നോക്കി മാക്സിമം ചെറുതാക്കണം. പിന്നെ ഒരുമിച്ചിടാൻ പറ്റുന്ന ഐറ്റംസ് ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ജീരകം ഞാൻ സാധാ ജീരകം കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വയറിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഒരു കുറച്ച് സാധാ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി കൊണ്ടുപോകണമെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് എനിക്ക് മസാലയെ പറ്റി ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ മസാലകളെല്ലാം ഒരുവിധം കുറച്ച് ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ചൂടാക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലി ആയിട്ടിരിക്കുന്നത് ഇവിടെ പെരിഞ്ചീരകം കേട്ടോ. പെരിഞ്ചീരകം പിന്നെ സാധാ ജീരകത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കസ്കസ എന്ന് പറയുന്നത് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-5 ഏലക്കായും കൂടെ ഞാൻ എനിക്ക് കുറവാണോ എന്ന് ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാനൊരു 3-5 കൂടെ ജസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചൂടാകണം. അപ്പോൾ ഒരുമിച്ച് കൊണ്ട് ഈ പൊടിപ്പിക്കുക. ഞങ്ങൾക്ക് വോൾട്ടേജ് വൈബ്രേഷൻ ഉണ്ട് ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ട്.
അറിയില്ല, പുറത്തെന്തെങ്കിലും ലൈനിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവണമെന്ന് അറിയില്ല. അപ്പം ഇനി പോകാൻ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സാറ്റർഡേയിലാണ്, സൺഡേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. മൺഡേ രാവിലെ ഞങ്ങൾ പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ കൊണ്ടുപോയാൽ നമ്മുടെ ജോലികളൊക്കെ കുറച്ച് എളുപ്പമാവില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ പുറത്ത് അല്ലെങ്കിൽ നമുക്ക് സ്പൈസസ് ഒക്കെ കൂടുതൽ നല്ലത് കിട്ടുന്നത് കേരളത്തിലാണ്. ഞങ്ങൾക്ക് UP കിട്ടുന്നതിനേക്കാളും നല്ല സ്പൈസസ് കിട്ടുക കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്നാണ് ഞാൻ എപ്പോഴും മസാലക്കൂട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറ്. ഈ പ്രാവശ്യം ഇങ്ങനെ മസാലകൾ ചൂടാക്കി പൊടിച്ചു കൊണ്ടുപോകാന്നുള്ള പ്ലാൻ. അത് അനിയൻ പറഞ്ഞു തന്നതാ കേട്ടോ, സിജിയുടെ ഹസ്ബൻഡ് പറഞ്ഞു തന്നതാ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടായി വരുന്നുണ്ട്, അധികം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫാക്കി കൊടുത്തു വിടാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ചൂടാക്കി കഴിഞ്ഞ മസാലകളൊക്കെ നമുക്ക് വെയിലത്ത് വെച്ചൊക്കെ നല്ലപോലെ ചൂടാക്കട്ടെ. പക്ഷേ എനിക്കിപ്പോൾ അത്രയ്ക്കും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ തന്നെ വെച്ച് വേഗം ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ടൈമൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും മതി. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ഞാൻ എന്താ കൊടുത്തു വിട്ടു കേട്ടോ പൊടിക്കാനായിട്ട്. ഇനി അടുത്തെൻ്റെ ജോലി എന്ന് പറയുന്നത് ആ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഇത് 2ാം ട്രിപ്പാണ് നമ്മൾ വറുക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ട്രിപ്പ് വറുക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ കുറേ നേരം ഇനി ഇത് വറുത്തെടുത്താൽ നമ്മുടെ ആ ഒരു ബ്രൗൺ കളറിലേക്ക് ആയി കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് തണുപ്പിച്ച് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ വേഗം വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വറുത്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ, പാവയ്ക്ക് തീയൽ ഉണ്ടാക്കാൻ, സാമ്പാർ കറി ഉണ്ടാക്കാൻ, പിന്നെ കടലക്കറി ഉണ്ടാക്കാൻ, അങ്ങനെ അത് വറുത്തരച്ച് വയ്ക്കുന്ന എല്ലാ കറികൾക്കും നമുക്ക് ഈ തേങ്ങ യൂസ് ചെയ്യാം കേട്ടോ. മുട്ടക്കറിയോ അല്ലെങ്കിൽ വേറെ ഉരുളക്കിഴങ്ങ് കറി മസാല ഇട്ടൊക്കെ വയ്ക്കുന്ന ആ സമയത്തൊക്കെ തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന ആ ടൈപ്പ് കറികൾ നമ്മൾ എന്തുണ്ടാക്കുന്നു അതിനകത്തേക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകാനുണ്ട് പച്ചത്തേങ്ങ ഞങ്ങൾക്ക് അധികം കൊണ്ടുപോകാൻ പറ്റില്ല. അധികം എന്നല്ല, ഞങ്ങൾ കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടിട്ടില്ല. ട്രെയിനൊക്കെ പോകണമെങ്കിൽ പച്ചത്തേങ്ങ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പക്ഷേ ഫ്ലൈറ്റിനാകുമ്പോൾ പച്ചത്തേങ്ങ കൊണ്ടുപോകാൻ നമുക്ക് മറ്റ് ലഗേജുകളൊക്കെ കാണുമല്ലോ. നമ്മുടെ വെയിറ്റ് നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ലഗേജിൻ്റെ വെയിറ്റും കൂടെയൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്ത് കൊണ്ടുപോകാമെന്ന് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഇതാ ചേട്ടൻ ഗരം മസാലയൊക്കെ ഇതാ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുവന്നതാ ഒരു കട്ടിലിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വിരിച്ച് അതിനകത്തേക്ക് ഇതാ അങ്ങനെ ഇട്ട് വയ്ക്കണം. അതിനകത്തേക്ക് പൊടിച്ചുകൊണ്ടുന്ന പൊടിയിൽ ഇതാ ഇങ്ങനെ ഇട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടാനായിട്ട്. ചൂടാറിയിട്ട് വേണം നമുക്കിത് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്നിങ്ങനെ വിരിച്ചിടണം. കട്ടിലിൻ്റെ മുകളിൽ വയ്ക്കുന്നത് വേറെ പൊടിയൊന്നും ഇതിലേക്ക് പറക്കാതിരിക്കാനും ആരുടെയും കൈയും കാലമൊക്കെ വരുന്നോളൂല്ലോ. അപ്പോൾ അങ്ങനെ ലൈറ്റിൽ വെക്കണമെങ്കിൽ ടേബിളിൽ എവിടെയെങ്കിലും വെക്കാട്ടെ നിങ്ങൾക്ക്. ഞാനങ്ങനെ വെള്ളമൊന്നും ആവാത്ത രീതിയിൽ ദൂരേക്ക് നീക്കി വെച്ചു എന്ന് മാത്രം. അപ്പം ഇനി നല്ലപോലെ തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് കവറുകളിലാക്കി പാക്ക് ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ചൂട് മാക്സിമം കളയാൻ പറ്റുന്ന അത്രയും കളഞ്ഞ് ശേഷം മാത്രമേ നമ്മളത് പാക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ പിന്നെ പൂത്തു പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പൊടിയൊക്കെ നമ്മൾ റെഡിയാക്കിയൊക്കെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ ഗരം മസാലയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ അലുമിനിയം ഫോയിലിൻ്റെ കവറുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ കവറുകളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളിലേക്ക് ആയാലും മതി. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പാക്ക് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കടിച്ചു വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കവർ എടുത്തേക്കണേ. എന്തായാലും ഇങ്ങനത്തെ കവർ കുറച്ചുള്ളൂ. ഇനി നമുക്ക് തേങ്ങ വറുത്തതും കൂടെ പാക്ക് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്ലാസ്റ്റിക് കവർ കയ്യിലിരിക്കുന്നത് എടുത്ത് അതിനകത്തേക്ക് പാക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കോരി ഇനി കവറിലേക്ക് ആക്കി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് എടുത്ത് വയ്ക്കുകയാണ്. ഇത് നമുക്ക് UP ചെന്നതിന് ശേഷം ഫ്രീസറിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള എന്തെങ്കിലും ബോട്ടിലാക്കി അടച്ചു വെച്ചാലും മതി. എങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, കേടൊന്നും വരില്ല. കാരണം ഓൾറെഡി നമ്മൾ ചൂടാക്കി വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലയ്ക്ക് ഒരു കേടും വരില്ല. അപ്പോൾ ഇതേമാതിരി ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടെ ഒന്ന് പാക്ക് ചെയ്തൊക്കെ എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗരം മസാലയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ആ തേങ്ങ ഫ്രൈ ചെയ്ത് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തണുത്തു കിട്ടും. അപ്പോൾ കുറേ നേരമായി ഫ്രൈ ചെയ്ത് വെച്ചിട്ട്.
അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കൊണ്ടുപോയാൽ കേടൊന്നും വരില്ല, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ ഇപ്പോൾ ഈ നേരം വരെ ഞാനിത് നല്ലപോലെ തണുക്കാനായിട്ട് തന്നെ വെച്ചേക്കായിരുന്നു. അപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പോൾ ഇത് പാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സെയിം കവറുകൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ 3 കവറുണ്ട്. ഇനി കഴിഞ്ഞു, എൻ്റെ കയ്യിലുള്ള അലുമിനിയം ഫോയിലിൻ്റെ കവർ കഴിഞ്ഞു. അപ്പോൾ ഈ ഉള്ള കവറുകളിൽ ഞാൻ ഇട്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് കവർ ഇരിപ്പുണ്ട്, അതിനകത്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ എന്താ പാക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെയൊക്കെ ടൈം കിട്ടുമ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒത്തിരി എളുപ്പം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഓടി ചെല്ലുമ്പോൾ നമുക്ക് ഒരു തീയലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉള്ളി തീയൽ അല്ലെങ്കിൽ പാവയ്ക്ക് തീയലൊക്കെ ഉണ്ടാക്കാൻ, സാമ്പാർ കറി ഉണ്ടാക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ വറുത്തരച്ചൊരു കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ടൈം തേങ്ങ ചിരവാനും അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടിയെടുത്താലും അത് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ഒത്തിരി ടൈം പോകും. അപ്പോൾ ഇത് നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ ഓടി ചെന്ന് ജസ്റ്റ് ഒന്ന് ഈ തേങ്ങേനെ ചൂടാക്കി എനിക്ക് വേണ്ട പൊടികളിട്ട് നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ജോലി നല്ല എളുപ്പമുണ്ട്. റബ്ബർ ബാൻഡ് ഇടാവുന്ന രീതിയിൽ ഞാൻ ഇത്രയ്ക്ക് നിറയ്ക്കുന്നുള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഒക്കെ എന്നത്തേക്കാണോ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ എനിക്ക് ഒരു പിടുത്തമില്ല. കാരണം ഒത്തിരി വീഡിയോസ് പെൻഡിങ് ആണ്, കുറേ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഓർഡർ അനുസരിച്ച് ഇട്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നേക്കൊക്കെ ഞങ്ങൾ UP-യിലൊക്കെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോടൊന്ന് സഹകരിക്കുക. 2 കവറിലിടാനേ ഉള്ളൂ. ഒരു കവർ നിറഞ്ഞു, ഇനി രണ്ടാമത്തെ കവറിൽ ഇത്രയ്ക്കേ ആയിട്ടുള്ളൂ. അത് നമ്മൾ വറുക്കാൻ വേണ്ടി ചെടിച്ചട്ടിയിലേക്ക് തേങ്ങ ഇടുമ്പോൾ ഇന്ന് ഞാൻ ഇട്ട സമയത്ത് ചെടിച്ചട്ടി ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വറുത്തൊക്കെ എടുക്കുമ്പോഴേക്കും പിന്നെ കുറച്ചുള്ളത് കണ്ടില്ല. ആദ്യം ഇത്രയ്ക്കുള്ളൂ, നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് വറുത്ത് പോയി എടുക്കുമ്പോൾ കുറച്ചുള്ളൂ ചുരുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ 2 കവറുകളിലേക്ക് ആക്കി നമ്മുടെ തേങ്ങ വറുത്തതിനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് പിക്കിളാണ്. അപ്പോൾ ഫിഷ് പിക്കിൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയേക്കണം. എന്നിട്ട് സലോ ടേപ്പൊക്കെ വെച്ച് നല്ലപോലെ കവർ ചെയ്തേക്കണം. അപ്പോൾ ഇതിനകത്ത് അധികം അങ്ങനെ ഒലിച്ചു പോകാനുള്ള അധികം ഗ്രേവിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ശകലം ചേർത്തിരിക്കുന്നത് തന്നെ ഏറ്റവും അടിയിലാണ് വന്ന് കിടക്കണേ. മുകളിലേക്കൊക്കെ നല്ല ഡ്രൈ പീസുകളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ സലോ ടേപ്പ് വെച്ച് നല്ലപോലെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. 4 വശത്തേക്കൂടെയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ മുകളിൽ കൂടെയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ ഫിഷ് പിക്കിളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണത്. അപ്പോൾ ഈ 2 പാക്കറ്റുകൾ ഞാനിപ്പോൾ ഫ്രീസറിലേക്കാണ് വയ്ക്കുന്നത്. നമ്മൾ പോകുന്ന അന്ന് രാവിലെയാണ് ഞാൻ ഫ്രീസറിൽ നിന്ന് ഇതെടുത്ത് സ്യൂട്ട് കേസിലേക്ക് വയ്ക്കുള്ളൂ. അപ്പോൾ ആ സമയം വരെ ഇത് ഫ്രീസറിൽ ഇരുന്നാൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കേടാവുമെന്ന് പേടിക്കുകയും വേണ്ട. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും തന്നെ ഫ്രീസറിൽ നിന്നൊക്കെ ആയാലും ഒട്ടും തന്നെ നനവൊന്നും പറ്റാതിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കിയാണ് ഈ കവറുകൾ വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ടൈ ചെയ്ത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ ഡയറക്റ്റ് വെക്കാതെ ഇങ്ങനെ കെട്ടി എടുത്ത് വെക്കണമെങ്കിൽ ഒട്ടും തന്നെ ഇതിലേക്ക് നനവൊന്നും ശകലം പോലും അടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല വീട്ടിലത്തെ യൂസിനും നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചാൽ ഒത്തിരി നാളത്തേക്ക് നമുക്കിതൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.